എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെള്ള ആവോലി ഫ്രൈ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കടപ്പുറത്ത് പോയപ്പോൾ നല്ല ഫ്രഷ് മീൻ കിട്ടി. അപ്പോൾ കുറച്ച് നാരൻ ചെമ്മീനും വെള്ള ആവോലിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ നാടൻ രീതിയിൽ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ടുകൾ കൊണ്ടാണ് നമുക്ക് ഇത്ര എത്താൻ പറ്റിയത്. തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാകണം അല്ലേ? ഇവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അയക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ ആവോലി ഫ്രൈ ആണ്, വെള്ള ആവോലി ഫ്രൈ ആണ്. നമ്മൾ കാട്ടൂർ ഹാർബറിലാണ് പോയത്. കാട്ടൂർ ആലപ്പുഴ കലവൂർ കാട്ടൂർ ഹാർബറിൽ. അപ്പോൾ അവിടെ രാവിലെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ 7 മണിക്ക് ശേഷം ചെല്ലുവാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടും. ഐസിടാതെ നല്ല ഫ്രഷ് മീൻ കിട്ടും. നമ്മൾ 3-4 പേര് ചേർന്നാണ് പോയി എടുക്കുന്നതെങ്കിൽ നമുക്കത് ലേലത്തിൽ പിടിച്ചെടുക്കാൻ പറ്റും. പിന്നെ സീസൺ ടൈം അനുസരിച്ചിരിക്കും മീൻ നമുക്ക് കിട്ടുന്നത്. വിലയും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞെന്നിരിക്കാം, കൂടിയെന്നിരിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ലേലത്തിൽ എടുക്കുകയാണെങ്കിൽ ഭയങ്കര ലാഭത്തിൽ തന്നെ നമുക്ക് മേടിക്കാൻ പറ്റും. നല്ല ഫ്രഷ് മീനാണ്. ഇപ്പോൾ ചെമ്മീനാണ് കൂടുതലുള്ളത്. നാരൻ ചെമ്മീനുണ്ട്, അല്ലാതെ നല്ല സാധാ ചെമ്മീനുണ്ട്. പിന്നെ മീനുകൾ ആവോലി എല്ലാം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. 8 മണിക്ക് പെട്ടെന്ന് നടക്കും കേട്ടോ. അപ്പോൾ കടലിലല്ലേ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. എന്ത് മീനൊക്കെ നമ്മൾ മേടിച്ചേ? അപ്പോൾ ഇന്ന് നമ്മൾ വാങ്ങിയിരിക്കുന്നത് നാരൻ ചെമ്മീനാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുകയോ ചെയ്യാം. നല്ല വലിയ ആവോലിയും കിട്ടിയിട്ടുണ്ട്. ഫ്രഷ് ആവോലിയാണ്, ഐസൊന്നും ഇടാത്ത നല്ല ഫ്രഷ് ആവോലി. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കടപ്പുറം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഹാർബറുണ്ട്. ആലപ്പുഴ കലവൂർ കാട്ടൂർ ഹാർബറാണ്. രാവിലെ നമ്മൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ 2-3 പേരൊക്കെ ചേർന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലാഭമാണ്. നമ്മൾ തന്നെ 800 രൂപയ്ക്കാണ് നാരൻ ചെമ്മീനും ആവോലിയും എല്ലാം കൂടെ കിട്ടിയത്. അപ്പോൾ അത് നമുക്ക് 3-4 പേര് ചേർന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലാഭത്തിൽ നമുക്ക് മേടിക്കാൻ പറ്റും. ഐസൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് മീനാണ്. രാവിലെ ചെല്ലണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ മീനെല്ലാം ഇതിൻ്റെ ചെതമ്പലെല്ലാം വെട്ടി അതിൻ്റെ വേസ്റ്റെല്ലാം കളഞ്ഞ് അതിൻ്റെ ഉളുമ്പെല്ലാം കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ 2 നെമ്മീനൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലെ ആ ചെതമ്പലും ചിറകും എല്ലാം നമുക്ക് ഇത് കണക്ക് കത്രി വെച്ച് വെട്ടി ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുള്ളു വരെ നമുക്ക് കടിച്ചു തിന്നാവുന്നതാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് വെള്ള ആവോലി. നല്ല ടേസ്റ്റുമാണ് ഈ മീന്. പക്ഷെ മാർക്കറ്റിൽ വരുമ്പോൾ നല്ല റേറ്റാണ് ഈ മീന്. ഇത് കണക്ക് നമുക്ക് സിമ്പിളായിട്ട് കത്രി വെച്ച് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മീനെല്ലാം വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം കല്ലുപ്പിട്ട് നമുക്ക് ഇതിൻ്റെ ഉളുമ്പെല്ലാം കളഞ്ഞെടുക്കാം. മൺചട്ടിയിലിട്ടിങ്ങനെ നമുക്ക് കറക്കിയെടുക്കാൻ അതിൻ്റെ ഉളുമ്പെല്ലാം പോയി കിട്ടും. ഇനി അതിലോട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് നമ്മൾ മേടിച്ച് പൊടിച്ചെടുത്ത കുരുമുളകാണ്. പാക്കറ്റ് മേടിക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ നമ്മൾ ഇതാണൊക്കെ പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ടേസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടാവും. അതിനുശേഷം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു 1/2 ടീസ്പൂൺ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, നമുക്കൊരു നാരങ്ങയുടെ പകുതി എടുത്ത് അതിൻ്റെ നീരും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ മസാല എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നല്ല ഒരു കുഴമ്പ് പരുവത്തിലാകുന്ന രീതി വരെ നമുക്ക് ഇത് കണക്ക് മിക്സ് ചെയ്തെടുക്കാം. പേസ്റ്റ് പരുവത്തിൽ നമ്മളൊരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കാം നമുക്കിത്. അപ്പോൾ അങ്ങനെ മസാലയെല്ലാം നമ്മുടെ റെഡി ആയിട്ടുണ്ട്.
ഈ പരുവം മതിയാവും നമുക്ക് മീനിലോട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട്. ഒരുപാട് വെള്ളമാകാൻ പാടില്ല. ഈ ഒരു കുഴമ്പ് പരുവത്തിലിരിക്കണം. നമുക്ക് ആ മീനെല്ലാം എടുത്തത് ഇതിൽ കണക്ക് വരയിട്ട് കൊടുക്കുക. ഇതിലോട്ട് വരയിട്ട് കൊടുക്കും. മസാല എല്ലാം അതിലോട്ട് നല്ലപോലെ പിടിച്ചോളും. രണ്ട് സൈഡും ചെറുതായിട്ട് കരിച്ചിൽ അധികം മുള്ളിന് ബലമില്ലാത്തതാണ്, അതുകൊണ്ട് ചെറിയ നൈസായിട്ട് നമ്മളൊന്ന് വരയിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ആ മസാല ഇതിലോട്ട് നമുക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. അതിൻ്റെ സൈഡിൽ ഇതിലൊക്കെ ഇതിൻ്റെ രണ്ട് സൈഡും അതിൻ്റെ അകത്തും ആ ചെതമ്പിൻ്റെ അകത്തൊക്കെ നല്ലപോലെ തേച്ച് ഒരു 1/2-3 മണിക്കൂർ നമുക്ക് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റുള്ളിൽ നമുക്ക് എടുക്കാം. ഇപ്പം നമ്മൾ നോർമലായിട്ടാണ് നമ്മൾ പുറത്തെടുത്ത് വെച്ച് ഒരു 1/2-3 മണിക്കൂർ നമുക്കിത് കണക്ക് മസാലയെല്ലാം തേച്ച് നല്ലപോലെ തേച്ച് നമുക്ക് പുറത്ത് വെക്കാം. തീർച്ചയായിട്ടും നിങ്ങളിത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. വളരെ സിമ്പിൾ മസാലകളാണ്, വേറെ കൂടുതൽ മസാലയൊന്നുമില്ല അതിനകത്ത്. അപ്പോൾ ഇത് കുറച്ച് നേരം നമുക്ക് വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം അതിലോട്ട് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ, കൂടുതൽ നാടൻ വെളിച്ചെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നല്ല രുചിയാണ്. പാനിലാകുമ്പോൾ അധികം എണ്ണ വേണ്ട, ഒരു അല്പം എണ്ണ കൊടുത്താൽ മതിയാവും. ഇതൊന്ന് ചൂടായി വരട്ടെ. അതിലോട്ട് നമുക്കൊരല്പം കരിയേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് മീനെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അയയ്ക്കുക. ഏകദേശം എല്ലാം ഇതിനധികം വേവ് വേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി, പെട്ടെന്ന് തന്നെ വേവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.